2025 അവസാന സൂര്യഗ്രഹണം. വാന നിരീക്ഷകർ കാത്തിരിക്കുന്ന ഗ്രഹണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഈ വർഷത്തെ അവസാനത്തേതും സെപ്റ്റംബറിൽ സംഭവിക്കാൻ പോകുന്നതുമായ ഗ്രഹണം കാണാൻ ഏറെ ആകാംക്ഷയിലാണ് വാന നിരീക്ഷകർ. സംഭവിക്കാൻ പോകുന്നത് സമ്പൂർണ്ണ ഗ്രഹണം അല്ലെന്നതും ഈ വർഷത്തെ രണ്ടാമത്തേതും അവസാനത്തേതുമായ സൂര്യഗ്രഹണമാണ് എന്നതുമാണ് പ്രധാന സവിശേഷത. പൂർണ്ണഗ്രഹണത്തെ പോലെ ഭൂമിയെ കൂരിരുട്ടിലാക്കില്ലെങ്കിലും മനോഹരമായ കാഴ്ചയാണ് ഭാഗിക സൂര്യഗ്രഹണം നൽകാൻ പോകുന്നത്. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ കൃത്യമായി വിന്യസിക്കാതിരിക്കുകയും സൂര്യന്റെ ഉപരിതലത്തിന്റെ ഒരു ചെറിയ ഭാഗത്ത് ഇരുണ്ട നിഴൽ ഉള്ളതായി തോന്നുകയും ചെയ്യുന്നതാണ് ഭാഗിക സൂര്യഗ്രഹണം. 2025 സെപ്റ്റംബർ 21 ഞായറാഴ്ചയാണ് ഗ്രഹണം നടക്കുക. പൂർണ്ണഗ്രഹണമായിരിക്കില്ലെങ്കിലും ഗ്രഹണം ആഴത്തിലുള്ളതായിരിക്കും. ചന്ദ്രൻ സൂര്യനേക്കാൾ ഏകദേശം 400 മടങ്ങ് ചെറുതും 400 മടങ്ങ് അടുത്തുമായതിനാൽ നമ്മുടെ ആകാശത്ത് അത് അതേ വലുപ്പത്തിൽ ദൃശ്യമാവുകയും സൂര്യന്റെ 86% ഭാഗം വരെ ഗ്രഹണ സമയത്ത് ചന്ദ്രൻ മൂടുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. സെപ്റ്റംബർ 21 ഇന്ത്യൻ സമയം രാത്രി 10:59 ഗ്രഹണം ആരംഭിക്കുന്നത്. ഇന്ത്യൻ സമയം പുലർച്ചെ 1:11 അതിന്റെ പരമാവധി ദൃശ്യയിലെത്തുകയും പുലർച്ചെ 3:23 അത് അവസാനിക്കുകയും ചെയ്യും. ന്യൂസിലൻഡ്, അന്റാർട്ടിക്ക, ദക്ഷിണ പസഫിക് മേഖല എന്നിവിടങ്ങളിലായിരിക്കും ഗ്രഹണം നന്നായി ദൃശ്യമാവുക. ഇന്ത്യയിൽ രാത്രിയായതിനാൽ തന്നെ ഗ്രഹണം കാണാൻ സാധിക്കില്ല. എന്നാൽ വിഷമിക്കേണ്ടതില്ല. ഇതിനുശേഷം വരാനിരിക്കുന്നത് ആധുനിക കാലത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണങ്ങളിലൊന്നാണ്. 2027 ഓഗസ്റ്റ് 2 ഇനി അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വെറുമൊരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം മാത്രമാവില്ല അത്. ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏകദേശം 6 മിനിറ്റ് ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നീണ്ടു നിൽക്കുമെന്നതുകൊണ്ട് തന്നെ അത് കാഴ്ചക്കാർക്കൊരു മികച്ച ദൃശ്യ അനുഭവമായിരിക്കും.